സംവിധായകൻ കെ.എസ്. സേതുമാധവൻ്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഷൂട്ടിംഗ് കാണാൻ വേണ്ടി ഒരുപാട് ജനങ്ങൾ തടിച്ചുകൂടിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ നമ്മുടെ മമ്മൂട്ടിയുണ്ട്. മമ്മൂട്ടി ആ ഷൂട്ടിങ്ങിൻ്റെ ഇടവേളയിൽ എപ്പോഴും സംവിധായകനോട് ചോദിച്ചു, സാർ, ഞാൻ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് വന്നിരുന്നു. സേതുമാധവൻ മമ്മൂട്ടിയെ അടിമുടിയൊന്ന് നോക്കി. കൊള്ളാം, പക്ഷേ നിങ്ങൾക്ക് ശരീരം പോരാ. നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല, പ്രായത്തിലല്ലേ ആയിട്ടുള്ളൂ, കുറച്ചുകൂടി വെയിറ്റ് ചെയ്യൂ. ഇതായിരുന്നു സേതുമാധവൻ്റെ മറുപടി. മമ്മൂട്ടിയുടെ ശരീരം പുഷ്ടിപ്പെടാൻ വേണ്ടിയിട്ട് സേതുമാധവൻ തന്നെ ഒരു ഉപായം പറഞ്ഞു കൊടുത്തു. രാത്രി കുറേ പാലെടുത്ത് അതിൽ ചോറിട്ട് അല്പം മോരൊഴിച്ച് വെക്കണം. പിറ്റേന്ന് രാവിലെ പാലും ചോറും ആകെ ഒരു കട്ട തൈരായി മാറിയിട്ടുണ്ടാവും. അത് കഴിച്ചാൽ ശരീരം പുഷ്ടിപ്പെടും. പക്ഷേ അന്നും ഇന്നും എന്നും മമ്മൂക്ക ഈ വിദ്യ പരീക്ഷിച്ചിട്ടില്ല. കാരണം അന്നും ഇന്നും തൈര് കഴിക്കാൻ മമ്മൂട്ടിയെ കൊണ്ടാവില്ല. എന്തായാലും സേതുമാധവൻ സാറുമായി സംസാരിച്ചപ്പോൾ മമ്മൂട്ടിക്ക് സന്തോഷമായി. വലിയ അംഗീകാരം കിട്ടിയ പോലെ കുറച്ചൊരു ഗൗരവത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ഷൂട്ടിങ് കാണാൻ തിങ്ങിക്കൂടിയ ആളുകളെ നിയന്ത്രിക്കാൻ തുടങ്ങി. കുറച്ചങ്ങോട്ട് മാറിക്കടാ, കുറച്ചങ്ങോട്ട് മാറിക്ക് എന്നുള്ള രീതിയിലൊക്കെ. ബഹളം വെച്ചാലൊന്നും നടക്കൂല, കുറച്ചങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നേ, കുറച്ചങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്ക് അങ്ങനെയുള്ള ഡയലോഗ്സൊക്കെ മമ്മൂക്ക ആ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഷൂട്ടിംഗ് നടക്കുന്നതിനെ സർക്കിളിനെ റൗണ്ട് ചെയ്ത് പറയാൻ തുടങ്ങി. അങ്ങനെ അവിടെ വെച്ച് നടൻ പറവൂർ ഭരതനെ മമ്മൂക്ക ആദ്യമായി പരിചയപ്പെട്ടു. വളരെ വിനീതനാണ് പറവൂർ ഭരതൻ. ആരെ സമീപിച്ചാൽ സിനിമയിലൊരവസരം കിട്ടും, എങ്ങനെ അഭിനയിക്കണം എന്നിങ്ങനെയുള്ള